ആ പിന്നെ ഒരു വർത്താനുണ്ട്. എന്താന്ന് വെച്ചാ പറ. അതെ, ആ ചിന്ത ചേച്ചി പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും നിങ്ങളോ? ഇത്തവണ സെൽഫി ആണോ പൊതിച്ചോറാണോ ജിമിക്കിയും കമ്മലും ആണോ ഇരയാകേണ്ടി വരുന്നതെന്നറിയില്ല. എല്ലാ വർഗീയവാദികൾക്ക് മുമ്പിലും മുട്ടിടിക്കാതെ ആവേശത്തോടു കൂടി നിന്ന് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം പറയുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഡിവൈഎഫ്ഐ. ഓ, വർഗീയത ഒട്ടും പറയാത്ത, ഒട്ടും ചെയ്യാത്ത, എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എപ്പോഴും പ്രസംഗിക്കുന്ന, ആരുടെ മുന്നിലും, അതായത് വർഗീയവാദികളുടെ ഒന്നും മുന്നിൽ മുട്ടിടിക്കാത്ത യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഡിഫി. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. ഷാജിയേട്ടാ, ഇവിടെ ഈ മെയ് 4-ാം തീയതി എല്ലാ ജനാധിപത്യ മതനിരപേക്ഷവാദികളുടെയും മനസ്സിൽ വേദന കടന്നുകൂടിയ ദിവസമാണ്. മെയ് 4-ാം തീയതി ജനാധിപത്യ മതനിരപേക്ഷവാദികളുടെ മനസ്സിൽ വേദന കടന്നുകൂടാൻ എന്താ സംഭവിച്ചത്? വിപ്ലവം ഉണ്ടായ വഴി പറയുമ്പോഴാണോ ഇടയ്ക്ക് കയറുന്നത്? തോറ്റപ്പിയിട്ട ദിവസം. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടാ ഇത്? ഇതുപോലെ മനുഷ്യര് സന്തോഷിച്ച ഒരു ദിവസം വേറെ ഇല്ല. ഒന്ന് ചിരിപ്പിക്കാതെ പോയേ ചേച്ചി. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇടതുപക്ഷത്തിന് നാം പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? പിന്നെ പ്രതീക്ഷിക്കാത്ത തോൽവി എന്നൊന്നും അതിനെ ഡെക്കറേറ്റ് ചെയ്യണ്ട കേട്ടോ. അല്ല, അത് പിന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചത്രയും തോൽവി ഉണ്ടായില്ല. പ്രതീക്ഷിച്ചത് ഒറ്റയ്ക്കായിരുന്നല്ലോ. അമ്മാവൻ മനുഷ്യനെ ഒരുമാതിരി വടിയാക്കരുത്. ഇത്തരം നിലവാരമില്ലാത്ത ബലിതങ്ങൾ അമ്മാവൻ അടിക്കരുത്. അത് മനുഷ്യനോട് തീ ചവിട്ടി നിൽക്കും. പക്ഷേ ഞങ്ങൾ ഈ നാടിനോട് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ലോകം ഈ ഇലക്ഷൻ കൊണ്ട് അവസാനിക്കാൻ പോകണമെന്നില്ലല്ലോ. പരാജയപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ കരഞ്ഞ് കണ്ണീരൊഴുക്കി വീടുകളിലേക്ക് പോവുകയല്ല ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ചെയ്തത്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് മുറിക്കകത്ത് കടന്നുകടച്ചിട്ടവരല്ല ഡിവൈഎഫ്ഐ. ഭരണകൂടങ്ങളുടെ കൊടും ഭീകരതകൾക്ക് മുമ്പിൽ ഒട്ടും മടിപതരാതെ നിന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. അത് ശരി. അപ്പൊ മുറി അടച്ചിട്ടിരുന്ന് നെഞ്ചത്തലച്ച് നിലവിളിച്ചായിരുന്നല്ലേ? ഞങ്ങൾക്ക് ഒരു ചെറിയ സംശയമേ ഉള്ളായിരുന്നു. ഇപ്പൊ ചിന്ത ചേച്ചിയുടെ വായിന്ന് തന്നെ കേട്ടപ്പോ ഞങ്ങൾക്ക് ബോധ്യമായി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.